എല്ലാ പനിയും പാരസെറ്റാമോൾ കൊണ്ട് മാറൂലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഊതി കിട്ടുന്ന ഈ ചരടിന്റെ ബലം ഇവരുടെ ശരീരത്തിൽ കയറുമ്പോൾ തന്നെ ഇതിന് ശരീരം പ്രതിപ്രവർത്തിക്കുകയും ആ പ്രതിപ്രവർത്തന ഫലം നമ്മുടെ ചരടിന്റെ ആ മന്ത്രജപത്തിന്റെ ശക്തിയേക്കാൾ വലുതാണ് ഉള്ളിലിരിക്കണമെങ്കിൽ ചരട് തന്നെ അഴിഞ്ഞു പോകും. ഗ്രഹമാന്ത്രികം ജയകുമാർജി, ഈ നമ്മൾ കേരളത്തിനകത്ത് വളരെ പണ്ട് മുതലേ കാണുന്നതാണ്. ഒരു പനി വന്നാൽ ഒന്ന് പേടിച്ചു കഴിഞ്ഞാൽ വെള്ളമോതി വീഴ്ത്തുക, വെള്ളമോതി കളയുക, പിന്നെ അമ്പലങ്ങളിൽ നിന്ന് നൂൽ ജപിച്ച് കെട്ടുക, ചരട് ബന്ധം. എന്താണ് ഈ ഗ്രഹമാന്ത്രികം? എന്താണ് ഈ വെള്ളമോതലും ചരടും തമ്മിലുള്ള ബന്ധം? പണ്ട് കാലം മുതൽ നമ്മുടെ വീടുകളിലെ മുത്തശ്ശിമാർ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ഈ മാന്ത്രിക കർമ്മങ്ങളാണ് നൂല് ജപിച്ച് കെട്ടുക, ഓതുക, ഓതിക്കൊടുക്കുക, കൊതിക്കോതുക, പൊള്ളലിനോതുക തുടങ്ങിയ അതുപോലെ തന്നെ കരപ്പനോതുക എന്നൊക്കെയുണ്ട്. പിന്നെ കുട്ടികൾ ഈ പറഞ്ഞ പുല്ല് പക്ഷിപീഡകൾക്ക് ഉള്ള കർമ്മങ്ങൾ, ഇതൊക്കെ വീടുകളിൽ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാന്ത്രിക ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. അതായത് ഒരു സാധാരണ വസ്തുവിനെ മന്ത്രത്തിന്റെ പൂരിതമാക്കി അതിനെ ഒരു ഔഷധ ഗുണമുള്ളതാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക ചികിത്സയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇത് രണ്ട് തലത്തിൽ നമുക്ക് എടുക്കാം. ഒന്ന് വിശ്വാസപരമായിട്ട് എടുക്കാം, രണ്ടാമത് ശാസ്ത്രീയപരമായിട്ട് എടുക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് അവിശ്വാസത്തിൻ്റെ അല്ല, ഞാൻ രണ്ട് രീതിയിൽ ഇതിനെ കാണുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളമോതി ഒഴിക്കുക എന്ന് പറയുന്നൊരു കാര്യം കണ്ടു. ഈ വെള്ളമോതി ഒഴിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് പ്രത്യേക തരത്തിലുള്ള ചൊല്ലുമന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചൊല്ലുമന്ത്രങ്ങൾ പ്രത്യേകിച്ച് പാർവതി പരമേശ്വരൻ്റെ മന്ത്രങ്ങളൊക്കെയാണ് പണ്ട് കാലത്ത് ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ മുത്തശ്ശീനൊക്കെ ഞാനൊക്കെ പഠിച്ചതൊക്കെ അങ്ങനത്തെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓതുക, അതായത് പ്രത്യേകിച്ചൊരു ഓതി ഈ മന്ത്രത്തിനെ പൂരിതമാക്കുകയാണ്. മന്ത്രശബ്ദം കൊണ്ട് ഇതിലേക്ക് ഓതിയിട്ട് ഈ വെള്ളത്തിനെ ഒരു ശക്തമായ മന്ത്ര സംവിധാനമാക്കിയിട്ട് അത് ദേഹത്ത് ഒഴിക്കുമ്പോൾ ഇവരുടെ ഈ ചൊറിഞ്ഞു പൊട്ടൽ, കഴപ്പൻ, കൊതി, ഇങ്ങനെയുള്ള കൊതിപ്പുകളൊക്കെ പോകും എന്നുള്ളത് വിശ്വാസമുണ്ട്. ഇത് മനുഷ്യന് മാത്രമല്ല കേട്ടോ, പശുക്കളിലൊക്കെ സംഭവിക്കാറുണ്ട്. പശുക്കളെയൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ. എൻ്റെയൊക്കെ മുത്തശ്ശി അടുത്തൊക്കെ വീടുകളിൽ നിന്നൊക്കെ ചില ആളുകളൊക്കെ ഈ പശു തൊഴിക്കണു, ചവിട്ടണു, കറക്കാൻ സമ്മതിക്കുന്നില്ല, അകിടിൽ വീക്കം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ഓതി ഒഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശാസ്ത്രീയത എന്താണെന്നാണ് ചോദിക്കുക. കാരണം ഇതൊക്കെ ചോദിക്കുമ്പോൾ പല ആൾക്കാരും ഇതിനെ ശാസ്ത്രീയമായി വീക്ഷിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവർക്ക് ഇതിന് ശാസ്ത്രീയമായി ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നും കൂടെ നോക്കണ്ടേ. ഈ ഉപ്പും ചോറും ഇഞ്ചിയും ഒക്കെ കൂടെ ഒരു കുരുമുളക് ഇലയുടെ മുകളിൽ വെച്ചിട്ട് ഓതാറുണ്ട്, വെള്ളത്തിൽ ഓതാറുണ്ട്. അപ്പോൾ ഇത് ഓതുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ശാസ്ത്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതാണ്. ഇതിന് ഓതുമ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ജപിക്കും. അതായത് ശ്വാസം ഉള്ളിൽ അടക്കി വെച്ചിട്ട് ജപിക്കും. ഏകദേശം 1 മിനിറ്റിന് അടുത്തോളം വരും ഇത് ജപിക്കുമ്പോൾ. അങ്ങനെ ജപിച്ചിട്ട് പുറത്തേക്ക് ഊതുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ കടന്നു കഴിഞ്ഞാൽ എന്താകും? അത് കാർബോണിക് ആസിഡായിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡ് കാർബോണിക് ആസിഡായിട്ട് മാറും. ചിലപ്പോൾ ഇതിനൊരു ആസിഡിറ്റി ഗുണം കൂടെ ഉണ്ടാകും ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നാണ് ഒരു വിധത്തിൽ പറയുന്നത്. ഇപ്പോൾ ഭക്ഷണം ഓതുമ്പോൾ ഇത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോളിക്യൂൾസിന് ഇത് ചെന്ന് പ്രവർത്തനം ചെയ്യുന്നുണ്ടാകാം. യുക്തിപരമായി ഇതിനെ ഇങ്ങനെ നമുക്ക് കാണാം. പക്ഷേ ഇതിനൊരു മന്ത്ര സംവിധാനത്തിൽ ഒരു വിശ്വാസപ്രകാരം നോക്കുമ്പോൾ ഇതിനെ മന്ത്രപൂരിതമാക്കി ഉള്ളിലേക്ക് കഴിക്കുകയോ ബാഹ്യമായി ഒഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഏറ്റിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇത്തരം ചെറിയ തരത്തിലുള്ള, ചെറുതാണ് അതൊക്കെ ചെയ്യുന്നത്, ചെറിയ തരത്തിലുള്ള ദോഷങ്ങൾ ഇത് മാറിക്കിട്ടും എന്നാണ്. നൂല് ജപിക്കുന്നതിനും അങ്ങനെയുണ്ട്. നൂലിൽ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഉപാസനാമൂർത്തി, ഒരു മൂർത്തിയെ, മന്ത്രമൂർത്തിയെ ഇത് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഊതിയിട്ട് ഇത് ബന്ധിക്കും. ബന്ധിച്ച് ഈ 21 കെട്ട് അങ്ങനെ പ്രത്യേക തരത്തിലുള്ള കെട്ടിയെടുക്കുന്നത് ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ കെട്ടുന്ന ആ ചരടിന് കുറച്ച് നാളത്തേക്ക്, സാധാരണ പറയുന്നത് 21 ദിവസമാണ്, 21 ദിവസം വരെ ഒരു ശക്തി നിലനിൽക്കുമെന്നും ആ ശക്തി ഇവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവരുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള ഒരു തരത്തിലുള്ള ഉത്ക്രമശക്തിയെ അല്ലെങ്കിൽ ക്രമമല്ലാത്തൊരു ശക്തിയെ ഇത് ക്രമീകരിക്കാൻ ഉപകരിക്കുമെന്നാണ് സാധാരണയായിട്ട് വിശ്വസിക്കുന്നത്. പിന്നെ പേടിക്കുന്ന കുട്ടികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞെട്ടിയോണ്ടുന്ന കുട്ടികളുണ്ടാകും. അവർക്ക് ചെയ്യുന്നത് ഒരു ചെറിയ പന്തം, അതായത് കൈത്തിരി എന്ന് പറയും. അതായത് കൈത്തിരി, കോൽത്തിരി, പന്തം, ഇങ്ങനെ 3 തരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ കൈത്തിരി എന്ന് പറയുന്ന സാധനം ഒരു ചൊട്ടച്ചാൻ നീളത്തിലുള്ള സാധനമാണ്. അതൊരു ഇർക്കിലി എടുത്തിട്ട് അതിൻ്റെ ഓലയുടെ മുകളിലേക്ക് ഒരു ചെറിയ തുണി ഇങ്ങനെ കെട്ടിയിട്ട് അത് എണ്ണയെ മൂക്കി കത്തിച്ച് പിടിച്ചിട്ട് കുട്ടിയുടെ നേരെ പിടിച്ചിട്ട് ഈ ഗുരുതി എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തെറിക്കുമ്പോൾ ഈ അഗ്നിയിലേക്ക് ഇത് വന്ന് വീണ് അഗ്നിയിലൂടെ ഇത് നേരെ കുട്ടിയുടെ മേത്തേക്ക് വീഴുമ്പം ആ കുട്ടിയുടെ ഭയമാശങ്കകൾ പോകും എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസ പ്രമാണം. ഇനി സയൻസ് എന്താണെന്ന് ചോദിച്ചാലോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കും. നിരന്തരമായി പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം ഈ കുട്ടിക്ക് എക്സ്പീരിയൻസ് ആകുകയും അല്ലെങ്കിൽ ഫലവത്താകുകയും ആ ഭയം എന്ന് പറയുന്ന ആശങ്ക കുട്ടിയിൽ നിന്ന് ഉയർന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഇത്
പ്രവർത്തിക്കുന്നുണ്ടാകാം. അപ്പൊ എന്തായാലും ഇതിനെല്ലാം ഒരു ഫലമുണ്ട് എന്നുള്ളത് അത് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണാം, ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ കാണാം. പക്ഷേ ഹിന്ദു ആചാരങ്ങൾക്ക് എല്ലാത്തിനും ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട് എന്നുള്ളതാണ്. എല്ലാ കർമ്മങ്ങൾക്കും വ്യക്തവും സുവ്യക്തമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട്, വെറുതെ ചെയ്യുന്നതല്ല. അതിന് സൈക്കോളജിക്കൽ ആകാം, ഫിസിക്സ് ആകാം, കെമിസ്ട്രി ആകാം, ഏത് തരത്തിലുള്ള ഭൗതിക ശാസ്ത്ര മേഖലകളിൽ കൂടെ എടുക്കാം. പക്ഷെ ഇതിനൊക്കെ ഒരു ശാസ്ത്രത്തിന്റെ പിൻബലം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അനാദിയായി ഇന്നും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിന്ന് പോകുന്നത്. ഈ നൂൽബന്ധം എന്ന് പറയുന്നത് ജയകുമാർജി പറഞ്ഞ വളരെ നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷനാണ്. ഈ നൂൽബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഈ മന്ത്രോച്ചാരണങ്ങൾ ചെയ്തിട്ട് ഊതിക്കെട്ടി ബന്ധിപ്പിക്കുമ്പോൾ ഉപാസനമൂർത്തി 21 ദിവസം മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. അത് നിലനിൽക്കാൻ ഒരു വസ്തുവിൽ നമുക്ക് ഒരു പ്രത്യേക കാലാവധി ഉണ്ടല്ലോ. അതായത് ഏതൊരു മീഡിയയിലും ഒരു എനർജിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എനർജി ലോസ് ഇല്ലാതെ നിൽക്കണമെങ്കിൽ അതുമായി ബന്ധം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇപ്പം ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, പല വസ്തുക്കളും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, ഇപ്പം നമ്മളിപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന പോകുന്ന എല്ലാ കമ്പികളും എന്തിൻ്റെയാണ്? കമ്പികളെല്ലാം തന്നെ ചെമ്പിൻ്റെയാണ്. എന്തുകൊണ്ടാണ് ഇരുമ്പിൻ്റെ ചെയ്യാത്തത്? ഇരുമ്പിൻ്റെ ചെയ്യുന്ന പുറത്ത് ചെയ്യാറുണ്ട്, അതിന് എനർജി ലോസ് കൂടുതലാണ്. ട്രാൻസ്മിഷൻ ലോസ് സംഭവിക്കുന്നത് ഇരുമ്പിനാണ്. അത് നമ്മുടെ മന്ത്രവാദ കർമ്മത്തിന് ട്രാൻസ്മിഷൻ ലോസ് ഇരുമ്പിനാണ് സംഭവിക്കുന്നത്. ചെമ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ചെമ്പിന് കുറച്ചുകൂടെ ഇതിന് ട്രാൻസ്മിഷൻ ലോസ് കുറവാണ്. വെള്ളിക്ക് അതിലും കുറവാണ്. സ്വർണത്തിന് നല്ല രീതിയിൽ ഇത് പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വസ്തുവിലും ഒരു എനർജിക്ക് ഉൾപ്പെടെ ഇരിക്കാനായിട്ട് ഒരു സമയപരിമിതി ഉണ്ട്. ഇത് നൂലാണ്. നൂലായതുകൊണ്ട് സാധാരണ ഇത് ഒരു നൂലായതുകൊണ്ട് ഈ നൂലിൽ ആ എനർജി നമ്മൾ കയറ്റിവിടുന്ന എനർജിക്ക് ഇരിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. മാത്രമല്ല ഇത് വെറും നമ്മളൊരു മൂർത്തി ആവാഹിച്ചിട്ടല്ല ചെയ്യുന്നത്, വെറും ജപിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 21 ദിവസം കൊണ്ട് ഇവന്റെ ശരീരത്തിലുള്ള നെഗറ്റീവുകളുടെ ആധിക്യത്തിനനുസൃതമായിരിക്കും സാധാരണ 21 ദിവസം. ചിലപ്പോൾ നൂല് പിറ്റൊന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നൂല് അഴിഞ്ഞു പോകും. എന്താണെന്നറിയോ, ഇതിനേക്കാൾ വലിയൊരു ബാധയാണ് ഇവൽ കയറിയെങ്കിൽ നമ്മൾ ഊതിക്കിട്ടുന്ന സാധനം അഴിഞ്ഞു പോകും. എല്ലാ പനിയും പാരസെറ്റാമോൾ കൊണ്ട് മാറൂലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഊതിക്കിട്ടുന്ന ഈ ചരടിന്റെ ബലം ഇവരുടെ ശരീരത്തിൽ കയറുമ്പോൾ തന്നെ ഇതിന് ശരീരം പ്രതിപ്രവർത്തിക്കുകയും ആ പ്രതിപ്രവർത്തന ഫലം നമ്മുടെ ചരടിന്റെ ആ മന്ത്രജപത്തിന്റെ ശക്തിയേക്കാൾ വലുതാണ് ഉള്ളിലിരിക്കണമെങ്കിൽ ചരട് തന്നെ അഴിഞ്ഞു പോകും. അപ്പോൾ ഓർത്താൽ മതി, ഇത് ആവാഹനം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടേ മാറുകയുള്ളൂ, അല്ലാതെ ഇത് മാറാൻ ഭയങ്കര പാടാണ് എന്നുള്ളതാണ്. സാധാരണ നമുക്ക് എല്ലാത്തിനും ഇത് പറ്റത്തില്ല. അപ്പോൾ ഈ നൂൽബന്ധം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ ശരീരത്തിൽ ഏലസ് ഉണ്ടെങ്കിലോ, അതായത് ഏലസ് കെട്ടുമ്പോഴോ, ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിലോ, നേരത്തെ ഏലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏലസിനും ഈ പറഞ്ഞ പോലത്തെ ഒരു കാലാവധി ഉണ്ട്. തന്ത്രത്തിലൊക്കെ ഒരു കാലാവധി ഉണ്ട്. അപ്പോൾ ആ കാലാവധി ഇപ്പോൾ 1 വർഷമാകാം, 6 മാസമൊക്കെ ആകാം. അപ്പോൾ അതിൽ വീണ്ടും പൂജിച്ച് നേരെ നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെ വീണ്ടും പൂജിച്ച് ശക്തിമത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ ഏലസ് കൊണ്ട് പ്രത്യേകതയില്ല. മാത്രമല്ല ചിലവരുടെ ശരീരത്തിൽ വെള്ളിപ്പെടുന്ന കറക്കണ കാണാം. അതായത് അതിന്റെ കാരണം ഇതാണ്, ഇതിന്റെ ഉള്ളിലുള്ള ഈ ശക്തിയുടെ പ്രതിപ്രവർത്തനം ആ വെള്ളിയുടെ കാഠിന്യത്തെ പോലും പലപ്പോഴും മോശമാക്കുന്നുണ്ട്. അത് കറക്കുന്നുണ്ടെങ്കിൽ ഈ ഏലസ് പോരാ, ഈ ഏലസിലെ മാന്ത്രിക ശക്തി പോരാ, അതിനപ്പുറം ഒരു പ്രതിപ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് നമ്മൾ ഈ മന്ത്രിച്ച് കെട്ടുന്ന ഏലസുകൾക്ക്. അങ്ങനെ ഏലസ് കറക്കുന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റിയിട്ട് അത് നോക്കണം എന്താണെന്ന്. അതിൻ്റെ പുതിയ ഏലസുകൾ ശക്തിമത്തായിട്ടുള്ളത് ധരിക്കുകയും വേണം. സന്തോഷം. കാരണം ഇത് വെള്ളമോതൽ, ഈ പറയുന്ന ഏലസ്, നൂൽബന്ധനം, ഇതൊക്കെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന പഴയ നമ്മൾ തലമുറകൾ കൊണ്ടിങ്ങനെ മാറി മറിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സന്തോഷം. നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി. നന്ദി, നമസ്കാരം.